ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എസ് രാജയുടെ പ്രചാരണാർത്ഥം മൂന്നാറിൽ UDF നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷൻ മണ്ഡലത്തിൽ UDFന്റെ ശക്തി പ്രകടനം കൂടിയായി. പഴയ മൂന്നാറിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിലായിരുന്നു UDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കനത്ത മഴയെ അവഗണിച്ചും നിരവധി UDF പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. പൊതുസമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ കർഷകരുടെ കണ്ണീര് കണ്ട് ഇനിയും സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും UDF അധികാരത്തിലെത്തിയാൽ ഇടുക്കിയിലെ പട്ടയ പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇനിയും ഇടുക്കിയിലെ കർഷകന്റെ കണ്ണീര് കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ തീരുമാനവുമായിട്ടാണ് UDF നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ പ്രാവശ്യം. അതുകൊണ്ട് നിങ്ങൾ F രാജയെ MLA ആക്കി തിരഞ്ഞെടുക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളോട് ഉറപ്പാക്കി പറയുന്നു, ഇടുക്കിയിലെ കർഷകന്റെ പട്ടയ പ്രശ്നമടക്കം ഇവിടുത്തെ വന്യമൃഗ ശല്യമടക്കം കൃഷിക്കാരനെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ സത്വരമായ നടപടികളുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. നൂറുകണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷൻ മണ്ഡലത്തിൽ UDFന്റെ ശക്തിപ്രകടനം കൂടിയായി. തെലങ്കാന പഞ്ചായത്ത് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ധൻസാരി അനസൂയ കൺവെൻഷനിൽ സംസാരിച്ചു. UDF ദേവികുളം നിയോജക മണ്ഡലം ചെയർമാൻ MP സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PV അഗസ്റ്റിൻ, JSS സംസ്ഥാന സെക്രട്ടറി PC ജയൻ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനിലെത്തിയ പ്രവർത്തകർ UDF സ്ഥാനാർത്ഥി F രാജയ്ക്ക് സ്വീകരണം നൽകി. സിറ്റി വിഷൻ, മൂന്നാർ.